പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ദുബായ് മറ്റൊരു ചരിത്രം കൂടി കുറിക്കുകയാണ്. UAE ഫെഡറൽ ബോർഡുകളിലേക്ക് നിയമിതരായ യുവാക്കളിൽ ഒരു 18കാരി കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. 30ലധികം യുവാക്കളെ UAEയിലെ വിവിധ ഫെഡറൽ സ്ഥാപനങ്ങളുടെ ബോർഡുകളിലേക്ക് ഡയറക്ടർമാരായി നിയമിക്കുകയുണ്ടായി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഞായറാഴ്ച UAE മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനിടെ 33 യുവാക്കളെ നിയമിച്ചതായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറ്റവും ഇളയ ബോർഡ് അംഗം 18 വയസ്സുള്ള പെൺകുട്ടിയാണെന്നാണ് മറ്റൊരു പ്രത്യേകത. മൂത്തയാൾക്ക് 30 വയസ്സുമുണ്ട്. ഓരോ അംഗത്തിന്റെയും കാലാവധി 2 മുതൽ 3 വർഷം വരെയാണ്. മറ്റ് ബോർഡ് അംഗങ്ങൾക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ തന്നെയായിരിക്കും ഇവർക്കും ലഭ്യമാകുക. സർക്കാർ ജോലിയെക്കുറിച്ച് അവർക്ക് വിപുലമായ പരിശീലനം ഇതിനോടകം തന്നെ ലഭ്യമാക്കുന്നതുമായിരിക്കും. യുവാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു. യുവാക്കളാണ് വർത്തമാനത്തിന്റെയും ഭാവി സൃഷ്ടാക്കളുടെയും തൂണുകൾ. സേവനങ്ങൾ വികസിപ്പിക്കാനും രാജ്യത്തിന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിനുമായി അവർ ആശയങ്ങൾ പങ്കിടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. മികവിന്റെ ഉയർന്ന തലത്തിലേക്ക് യുവാക്കളുടെ യാത്ര ത്വരിതപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ UAEയുടെ നന്മയുടെ യാത്രയെ അവർ നയിക്കും. 30 വയസ്സിന് താഴെയുള്ള എമിറാത്തിലെ ബോവയിലേക്ക് നിയമിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. അങ്ങനെ തികച്ചും കൃത്യവും വ്യക്തവുമായ ഒരു മുന്നേറ്റമാണ് UAE ഈ ഒരു സംരംഭത്തിലൂടെ കാഴ്ചവെക്കുന്നത്. ഇത് തികച്ചും മാതൃകാപരമാണ്. ഷെയ്ഖ് പറഞ്ഞ വാക്കുകൾ കൃത്യം തന്നെ. യുവാക്കൾ തന്നെയാണ് വർത്തമാനത്തിന്റെയും ഭാവിയുടെയും സൃഷ്ടാക്കൾ. അതിനാൽ യുവാക്കൾ തന്നെ ഇത്തരത്തിൽ അംഗങ്ങളാവുന്നത് ഏറെ പ്രത്യേകത അർഹിക്കുന്നു, ഏറെ പ്രാധാന്യവും അർഹിക്കുന്നതാനും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.